ഇനി അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് ഈ സൂറത്ത് വഹിയ റുഖിയ ഫീഹാ ശിഫാഉ ലിന്നാസ്, ഈ അധ്യായം നമുക്ക് റുഖിയ നടത്താനുള്ള, പ്രാർത്ഥിക്കുവാൻ, മന്ത്രിക്കുവാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു അധ്യായമാണ്. അത് മന്ത്രിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആധികൾക്ക്, വിഷമങ്ങൾക്ക്, രോഗങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് ശമനമുണ്ടാക്കി തരികയും ചെയ്യും. ഖുർആൻ അങ്ങനെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പാരത്രിക ലോകത്ത് നമുക്ക് സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഹിദായത്ത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സുസ്ഥിതി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് നമ്മൾ ശിഫ തേടുന്നു. ഇതിനു വേണ്ടി കൂടിയാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആനിൽ നിന്ന് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ശിഫയാകുന്ന കാര്യം നാം ഇറക്കുന്നു. എന്നാൽ ഖുർആൻ ആർക്കാണ് ശമനം? വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, മുഅ്മിനീങ്ങൾക്കാണ് ശമനം. അക്രമകാരികളായ ആളുകൾക്ക് അത് പരാജയവും നഷ്ടവുമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തി, ഫൽ ഖുർആനു മുസ്തമിലുൻ അല ശിഫാ വറഹ്മ, ഖുർആനിൽ ശിഫാഉം റഹ്മത്തുമുണ്ട്, ശമനവും അള്ളാഹുവിന്റെ റഹ്മത്തുമുണ്ട്. വലൈസ ദാലിക ലികുല്ലി അഹദ്, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾ കരുതുന്നത് ഖുർആൻ അത് തൊട്ടാൽ തൊട്ടവർക്കൊക്കെ റഹ്മത്ത് കിട്ടുന്ന ഒരു വസ്തുവാണ്, അത് ഖുർആൻ തൊട്ടാൽ തൊട്ടവർക്കൊക്കെ അത് മുഖേന ശമനം കിട്ടും എന്ന് കരുതും. ഇല്ല, എല്ലാവർക്കും കിട്ടുകയില്ല. വഇന്നമാ ദാലിക ലിൽ മുഅ്മിനീന ബിഹി, അത് ഖുർആനിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർക്കും, അൽ മുസദ്ദിഖീന ബിആയാതിഹി, ഖുർആനിന്റെ വചനങ്ങളെ സത്യപ്പെടുത്തുകയും, അൽ ആമിലീന ബിഹാ, ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് അമല്, ജീവിതത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്കുമാണ് ഇത് റഹ്മത്തും ശിഫാവുമായി തീരുന്നത്. ആർക്കാണ് ഖുർആൻ കൊണ്ട് ശമനം കിട്ടുന്നത്? അൽ മുഅ്മിനീന ബിഹി, ഖുർആനിൽ വിശ്വസിക്കണം. വൽ മുസദ്ദിഖീന ബിആയാതിഹി, ഖുർആനിന്റെ വചനങ്ങൾ സത്യപ്പെടുത്തണം. വൽ ആമിലീന ബിഹാ, ഖുർആനിന്റെ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനാ വിലക്കുകൾ അമലാക്കണം. ഈ ആളുകൾക്ക് അത് ശിഫാ ആണ്, റഹ്മത്താണ്. അതിൽ ശമനമുണ്ട്, അതിൽ കാരുണ്യമുണ്ട്. വഅമ്മൽ ളാലിമൂൻ, എന്നാൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത് വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, ളാലിമീങ്ങൾക്ക് ഖസാറ്, പരാജയമല്ലാതെ നഷ്ടമല്ലാതെ ഒന്നും അത് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ളാലിമീങ്ങൾ ആരാണ്? അക്രമകാരികൾ. ബിഅദമി തസ്ദീഖ് ബിഹി, ഖുർആനിനെ സത്യപ്പെടുത്താതിരിക്കുകയും, ഔ അദമിൽ അമലി ബിഹി, ഖുർആൻ അനുസരിച്ച് അമല് അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഖുർആനിനെ സത്യപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്നു പക്ഷേ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ ഫലാ തസീദുഹും ആയാതുഹു ഇല്ലാ ഖസാറ, അതിന്റെ വചനങ്ങൾ അവർക്ക് പരാജയത്തിനു മീതെ പരാജയമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല. ഇത് ബിഹി തഖൂമു അലൈഹിമുൽ ഹുജ്ജ, ഈ ഖുർആൻ കൊണ്ട് അവർക്കെതിരിൽ സാക്ഷിയായി തീരും. ഖുർആൻ നാളെ അള്ളാന്റെ മുന്നിൽ ഇവർക്കെതിരിൽ സാക്ഷി പറയും. അതുകൊണ്ട് ഫശ്ശിഫാഉല്ലദീ തളമ്മനഹുൽ ഖുർആൻ, ഖുർആനിലുണ്ട് എന്ന് പറയുന്ന ശിഫ മുഅ്മിനീന ബിഹി വൽ മുസദ്ദിഖീന ബിആയാതിഹി വൽ ആമിലീന ബിഹാ, അത് വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അമല് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കാണ്, അവർക്കതിൽ ശിഫയുണ്ട്. ശിഫാഉൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള രോഗശമനമുണ്ട്. വലി ശിഫാഇൽ അബ്ദാനി മിൻ ആലാമിഹാ വസ്ഖാമിഹാ, ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കും ശരീരത്തെ ബാധിക്കുന്ന വേദനകൾക്കും അതിനുള്ള ശമനവും ഖുർആനിലുണ്ട്. അങ്ങനെയുള്ള ശിഫക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. ആ സംഭവം അതിനുള്ള ഒരധ്യായമാണ് എന്ന് പറയുമ്പോൾ സ്വഹാബികളിൽ നിന്ന് അവരങ്ങനെ അമലുണ്ടായിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഏതൊരു കാര്യവും സ്വഹാബത്തിന്റെ അമലുമായിട്ട്, സ്വഹാബത്തിന്റെ ഫഹ്മുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം. സ്വഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം, അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്താണ്, ഇൻതലഖ നഫറും മിൻ അസ്ഹാബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളിൽപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ഒരു സംഘം ഒരു വഴി യാത്ര പോയി.
ഹത്താ നസലു ഫി ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്, അറബി ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് അവർ ചെന്നെത്തി. ഫസ്തവാഫൂഹും ഫഅബൂ അൻ യുളയ്യിഫൂഹും, അവരോട് ആതിഥ്യം നൽകാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ നിങ്ങളുടെ അതിഥികളാണ്. പക്ഷേ ഫഅബൂ, ആ ഗോത്രം അവരെ അതിഥികളായി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഫലുദിഗ സയ്യിദു ദാലിക്കൽ ഹൈ, അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് ആ ഗോത്രത്തലവന് ഏതോ ഒരു ജീവിയുടെ കടിയേറ്റത്, ഒരു വിഷം തീണ്ടിയത് എന്നർത്ഥം. ഫസഅഉ ലഹു ബികുല്ലി ശൈഇൻ ലാ യൻഫഉഹു ശൈ, അദ്ദേഹത്തിനു വേണ്ടി എല്ലാ മാർഗങ്ങളും അവർ ആരാഞ്ഞു നോക്കി. ഒരു ശ്രമവും വിജയിക്കുന്നില്ല. വിഷം തീണ്ടിയത് അദ്ദേഹത്തിൽ നിന്ന് പോയി കിട്ടുന്നില്ല. ഫഖാല ബഅ്ദുഹും, ആ സന്ദർഭത്തിലാണ് സഹാബികളിൽപ്പെട്ട ഈ വിഭാഗം അവിടെ ചെന്നിറങ്ങുന്നത്. അതുകൊണ്ട് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ലൗ അത്തൈതും ഹൗലാഇ റഹ്ത്, ഇപ്പോൾ നമ്മുടെ പരിസരത്ത് വന്നിറങ്ങിയിട്ടുള്ള ഈ ആളുകളുടെ അരികിലേക്ക് നിങ്ങൾ പോയി നോക്കുക. അല്ലദീന നസലു, ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ള ലഅല്ലഹു അൻ യകൂന ഇൻദ ബഅദിഹിം ഷൈഉൻ, അവരിൽ ആരുടെയെങ്കിലും അടുക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിവിധി അതിനുണ്ടായെങ്കിലോ. ഫഅതൗഹും, എന്നിട്ട് ഗോത്രക്കാരായ ആളുകൾ ഈ സഹാബി വര്യന്മാരുടെ അരികിൽ വന്നിട്ട് ഫഖാലു യാ അയ്യുഹർ റഹ്തു ഇന്ന സയ്യിദനാ ലുദിർ, ഞങ്ങളുടെ ഗോത്രത്തലവന് ഏതോ ഒരു വിഷം തീണ്ടിയിട്ടുണ്ട്, വിഷമുള്ള ഒരു വസ്തു കടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വസഅനാ ലഹു ബികുല്ലി ശൈഇൻ ലാ യൻഫഉഹു, എല്ലാ മാർഗങ്ങളും ഞങ്ങൾ പയറ്റി നോക്കി, പക്ഷെ ഒന്നും ഉപകരിക്കുന്നില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ശൈ, നിങ്ങളുടെ അടുക്കൽ വല്ലതുമുണ്ടോ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റിയ? ഫഖാല ബഅ്ദുഹും, ചില ആളുകൾ പറഞ്ഞു, നഅം, ഉണ്ട്, വല്ലാഹ്, ഞങ്ങളുടെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നി ലഅർഖി, തീർച്ചയായും എനിക്ക് മന്ത്രിക്കാൻ പറ്റും എന്നൊരാൾ പറഞ്ഞു. വലാകിൻ വല്ലാഹ് ലഖദ് ഇസ്തളഫ്നാകും ഫലൻ തുളയ്യിഫൂന, പക്ഷെ മന്ത്രിച്ചു തരാൻ ഒരു തകരാറുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നിങ്ങളോട് മാനമര്യാദക്ക് ആതിഥ്യം ചോദിച്ചു, പക്ഷേ ആതിഥ്യമരുളാൻ നിങ്ങൾ വിസമ്മതിച്ചുവല്ലോ. അതിനാൽ ഫമാ അന ബിറാഖിൻ, ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരാൻ ഒരുക്കവുമല്ല എന്ന് പറഞ്ഞു. ഹത്താ തജാലു ലനാ ജുഅലൻ, അങ്ങനെ മന്ത്രിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞു. ഫസാലഹൂഹും അലാ ഖതീഇൻ മിനൽ ഗനം, അങ്ങനെ ഒരു കൂട്ടം ആടുകളെ മന്ത്രിച്ച് ആ മന്ത്രം കൊണ്ട് ഇദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുകയാണെങ്കിൽ ഒരു കൂട്ടം ആടുകളെ നിങ്ങൾക്ക് നൽകാം എന്നവർ വ്യവസ്ഥ ചെയ്തു. അങ്ങനെ ഫന്തലഖ യത്ഫിറു അലൈഹി വയഖറ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അധ്യായം സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഊതി. അങ്ങനെ ഊതിക്കഴിഞ്ഞപ്പോൾ ഫകഅന്നമാ നശത മിൻ ഇഖാൽ, അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അദ്ദേഹം മോചിതനായി പൂർണ്ണ ആരോഗ്യം വീണ്ടു കിട്ടിയതുപോലെ. ഫന്തലഖ യംശി, അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വമാ ബിഹി ഖലബ, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യങ്ങളുമില്ല. ഖാൽ ഫഔഫൂഹും ജുഅലഹും, അങ്ങനെ രോഗം മാറിയതിന് ശേഷം അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഖതീഉൻ മിനൽ ഗനം, ഒരു കൂട്ടം ആടുകളെ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. ഖാല ബഅ്ദുഹും യഖ്സിമു, അപ്പൊ ചിലർ പറഞ്ഞു, ആടുകളെ ഇനി നമ്മൾ വേഗം ഓരിച്ചെടുക്കുക. ഫഖാല അല്ലദീ റഖാ, അപ്പോൾ മന്ത്രിച്ച ആള് പറഞ്ഞു, ലാ തഫ്അലു, ഇല്ല, ഓരിച്ചെടുക്കാനായിട്ടില്ല. ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് പറയുന്നു എന്ന് നോക്കണം. അങ്ങനെ ഫനദ്കുറ ലഹു അല്ലദീ കാൻ, ഉണ്ടായത് പറയണം. ഫനൻദുർ മാ യഅ്മുറുന, എന്താണ് അവിടുന്ന് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മദീനയിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ഈ കാര്യം ഫദക്കറു ലഹു, റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഫഖാല വമാ യുദ്രീക അന്നഹാ റുഖിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, സൂറത്തുൽ ഫാത്തിഹ ഒരു റുഖിയാണ്, മന്ത്രിക്കാവുന്ന അധ്യായമാണ് എന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്, ആരാ വിവരം നൽകിയത്? സുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഖദ് അസബ്തും, എങ്കിൽ നിങ്ങൾ ചെയ്തത് ശരി തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചു എന്നുള്ളത് ശരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെച്ചു. ആ വാക്കിലൂടെയും അവർ ചെയ്ത പ്രവർത്തനത്തെ അംഗീകരിച്ചതിലൂടെയും സൂറത്തുൽ ഫാത്തിഹ റുഖിയ, അത് ശമനമാണ് എന്ന് കിട്ടി. അവിടെ ശമനമുണ്ടായിട്ടുള്ളത് ആ സയ്യിദുൽ ഹൈ, സയ്യിദുൽ ഖൗം, ഗോത്രത്തലവനാണ്. അദ്ദേഹത്തിന് വിഷം തീണ്ടിയതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണ വിമുക്തി നേടിയ സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കിതാബുൽ ഇജാറത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ അറിയുക. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അതിപ്രാധാന്യമുള്ള ഒന്ന് ഉമ്മാണ്. ഞാൻ നേരത്തെ